എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ LDF-നുള്ളിൽ തന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കാരണം LDF-നോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഘടകകക്ഷികൾ രംഗത്ത് വരികയാണ്. കോഴിക്കോട് സൗത്തിലെ പരാജയത്തിന് കാരണം BJP-യിലേക്ക് LDF വോട്ടുകൾ പോയതുകൊണ്ടാണ് എന്ന് അഹമ്മദ് ദേവർകോവിൽ അമൃത ന്യൂസിനോട് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നടത്തിയ ക്യാമ്പയിനെതിരെയുള്ള അതൃപ്തിയും അഹമ്മദ് ദേവർകോവിൽ പ്രകടിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് LDF-ൽ ഏകപക്ഷീയമായ തീരുമാനം എടുക്കുന്നതിനെതിരെ RJD മാത്രമാണ് പ്രതികരിച്ചിരുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പിലെ ദയനീയമായ തോൽവിക്ക് പിന്നാലെ INL-ഉം മുന്നണിയിലെ ഏകപക്ഷീയമായ നിലപാടുകൾക്കെതിരെ നിലവിൽ വന്നിരിക്കുകയാണ്. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി T റനീഷ് 2021-നേക്കാൾ 7590 വോട്ടുകളാണ് വർദ്ധിപ്പിച്ചത്. 42 ബൂത്തുകളിൽ NDA ഒന്നാം സ്ഥാനത്തെത്തുകയും ചെയ്തു. പ്രാഥമികമായി വോട്ടുകളുടെ എണ്ണത്തിൽ വന്ന കുറവുകൾ വെച്ചുകൊണ്ടാണ് നമ്മുടെ വോട്ടുകൾ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. സൗത്തിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അതിലെ വലിയ വിഭാഗം വോട്ടുകൾ BJP-യിലേക്ക് പോയിട്ടുള്ളത് എന്നാണ് കണക്കുകൾ കാണുന്നത്. ആ രീതിയിൽ സാധാരണ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രവണത ഈ തിരഞ്ഞെടുപ്പിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കടുത്ത ആക്രമണം വേണ്ടിയിരുന്നില്ലെന്നും അഹമ്മദ് ദേവർകോവിൽ പറയുന്നു. വളരെ ചെറിയ ന്യൂനപക്ഷമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അത് അത്രമാത്രം പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായക്കാര്യത്തിൽ. എന്നാൽ അതുകൊണ്ട് മാത്രമല്ല, ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പൊടിപോടുമില്ലാത്ത പ്രദേശങ്ങളിൽ പോലും LDF-നെതിരായി ഉണ്ടായിട്ട് വിധിയെഴുത്ത് അതുകൊണ്ടാണ് എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. RJDക്ക് പിന്നാലെ INL-ഉം LDF-ലെ ഏകപക്ഷീയമായ നിലപാടുകൾക്കെതിരെ രംഗത്ത് വന്നതോടെ വരും ദിവസങ്ങളിൽ മുന്നണിയിൽ തുടരണമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടന്നേക്കുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, കോഴിക്കോട്.